നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുക, അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുക എന്നൊക്കെ വെച്ചാൽ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് അങ്ങനെ പ്രത്യേക പ്രായമോ ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ലൈഫിനോ എന്തെങ്കിലും സമയമോ അങ്ങനെയൊന്നുമില്ല. അതെപ്പോൾ വേണേൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് അനുഭവിച്ചാൽ മാത്രം മതി. നമ്മുടെ ലൈഫിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടെ സ്കൂൾ ലൈഫ് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിലും അതെ, എൻ്റെ സ്കൂൾ കാലം അടിപൊളിയായിരുന്നു. അതിലേറ്റവും സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ എൻ്റെ +1 +2 സൂപ്പറായിട്ടുള്ള സമയമായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ് എനിക്കിപ്പോഴും നല്ല പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. എണ്ണത്തിൽ കുറവാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ എന്തായാലും ക്രിസ്മസ് സീസൺ ആണല്ലോ എന്ന് വിചാരിച്ചൊന്ന് ബ്രോഡ്വേ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഫ്രണ്ട്സ് നമ്മുടെ വൈബിനനുസരിച്ച് കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല അടിപൊളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഏത് സമയവും നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജോലി കഴിഞ്ഞ് അന്ന് എനിക്ക് ഉച്ചവരെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാണ്. അതിന് മുമ്പ് ഫുഡ് അടിക്കണമായിരുന്നു. ഫുഡ് അടിക്കാൻ ഞങ്ങൾ കയറിയത് നമ്മുടെ സിലോൺ ബേക്കേഴ്സിലാണ്. സിലോൺ ബേക്ക് ഹൗസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ. എന്തായാലും അവിടെ പോയി നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. ഞാൻ കഴിച്ചത് ഫിഷ് ബിരിയാണി ആയിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. അതൊരു വിധത്തിൽ കഴിച്ച് തീർത്തിട്ട് ഞങ്ങൾ പിന്നെ ഊരുതണ്ടാൻ ഇറങ്ങി. കഴിഞ്ഞ ക്രിസ്മസ് കാലത്തിൽ ഇതുപോലെ ഞാനും ഏട്ടനും കുട്ടികളും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രോഡ്വേ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഞാൻ ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ അന്ന് പോയത്. അപ്പം ഇത്രമാത്രം തിരക്കുണ്ടാവുന്നോ, ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര റേറ്റാണ്, ഇത്രയും കടകളാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അന്ന് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ശരിക്കും അങ്ങ് നിന്ന് കൊടുത്താൽ മതി, തിരക്കില്ല, നമ്മളങ്ങ് പോയിക്കോളും ഓട്ടോമാറ്റിക്കലി. അതുപോലെ തിരക്കായിരുന്നു. അപ്പം അത് കാരണം തന്നെ ഇത്തവണ എന്തായാലും ബ്രോഡ്വേ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ ഇറങ്ങി. അത് കാരണം തിരക്കൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഓൾമോസ്റ്റ് അവിടെ ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കടകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും പിന്നെ കൈ നിറയെ കാശുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം. ഈ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഏത് രീതിയിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടാവും. ആദ്യം കാണുന്ന കടകളിലൊക്കെ ഞങ്ങൾ സാധനം മേടിക്കാതെ റേറ്റ് അങ്ങ് ചോദിച്ച് പോകുമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഉള്ളിലോട്ട് ചെല്ലും തോറും കുറച്ച് റേറ്റ് കുറഞ്ഞാലോ എന്ന്. പക്ഷെ അങ്ങനെ വലിയ രീതിക്കൊന്നും റേറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. വല്ല 5-10 രൂപയുടെയൊക്കെ കുറവ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും റേറ്റ് ഒരേപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഭംഗി കണ്ട് ഓരോ സാധനങ്ങൾ കണ്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ 3 പേരും എന്തൊക്കെയൊക്കെയോ വാരി കൂട്ടിയിട്ടുണ്ട്. 10,000-2000 രൂപയുടെ അടുത്ത് ഏകദേശം എനിക്ക് കൊണ്ട് പൊട്ടിയിട്ടുമുണ്ട്. എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷെ ഇതെല്ലാം കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കടലിൽ കായം കലക്കിയ അവസ്ഥയായിരുന്നു. കയ്യിൽ കാശ് കുറേ പൊട്ടിയിട്ടുണ്ട്, പക്ഷെ സാധനം ഇട്ടൊന്നും ഇല്ലാതാനും അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു വീട്ടിൽ വന്നപ്പോൾ.